എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് 179-ാമത്തെയാണ്. അപ്പം ഈ ബുക്ക് റിവ്യൂയെ സംബന്ധിച്ചവരെ 29-ാമത്തെ വീഡിയോ ആണ് ഇത്. അപ്പം ഈ വീഡിയോയിലും ഇതിൻ്റെ അടുത്ത് വരുന്ന വീഡിയോയിലും 179 ആൻഡ് 180 ഈ രണ്ട് വീഡിയോകളിലും നമ്മൾ കാണാൻ പോകുന്നത് 8-ാമത്തെ ചാപ്റ്ററാണ്. ഒരു ചാപ്റ്ററിന് 2 വീഡിയോ ആയിട്ട് ഇടാം. ഒരേ വീഡിയോ ആയിട്ട് ഇട്ടാൽ ഒരുപാട് ലെങ്തി ആകും. അപ്പം നിങ്ങൾക്ക് ഇട്ടിട്ട് കേൾക്കണം, അതിൻ്റെ പോയിൻറ്റ്സൊക്കെ എഴുതിയെടുക്കണം, മനസ്സിലാക്കണമെന്ന് ഉള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ പകുതി ആക്കുന്നത്. ഓക്കെ, അപ്പം ഇന്ന് ചാപ്റ്റർ 8-ൻ്റെ ഫസ്റ്റ് ഹാഫ് കാണാം. അതിൽ ചാപ്റ്ററിൻ്റെ ഹെഡിങ് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന ഈ 2 വീഡിയോകളും ആരും മിസ് ചെയ്യാൻ പാടില്ല. അതിൻ്റെ ടൈറ്റിൽ എന്തുവാണോ, 8-ാമത്തെ ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഹൗ ടു ഗെറ്റ് ദ റിസൾട്ട്സ് യു വാണ്ട്. ഹൗ ടു ഗെറ്റ് ദ റിസൾട്ട്സ് യു വാണ്ട് എന്ന് വെച്ചാൽ, നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മളൊരു 10 മെത്തേഡ്സ് കണ്ടു. ഏതൊക്കെ മെത്തേഡിൽ എന്തൊക്കെ ചെയ്താൽ എങ്ങനെയൊക്കെ നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറാം. അതായത് മാനിഫെസ്റ്റേഷൻ, വിഷ്വലൈസേഷൻ, ഡിക്രി മെത്തേഡ്, അങ്ങനെ ഇങ്ങനെ ഒരു 10 മെത്തേഡ്സ് കണ്ടു. ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡോ 2 മെത്തേഡോ, ഒരു കാര്യത്തിന് ഒരു മെത്തേഡിനെ കയറി പിടിച്ചാൽ മതി. ഓക്കെ, അങ്ങനെ അതൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. രണ്ടാമത്, ഇപ്പം നമ്മൾ പല പ്രാവശ്യം പറയുന്നു, നമ്മൾ പല പ്രാവശ്യം ചെയ്യുന്നു, ആ മെത്തേഡ് പല പ്രാവശ്യം ആവർത്തിക്കുന്നു, എന്നിട്ടും നമുക്ക് വേണ്ടുന്ന റിസൾട്ട് കിട്ടുന്നില്ല. ഓക്കെ, അത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന റിസൾട്ട്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ, അതായത് ഹൗ ടു ഗെറ്റ് ദ റിസൾട്ട് യു വാണ്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? വെറുതെ ഐ എം ഹെൽത്തി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം നേരത്തെ നമ്മൾ ഒരു കാര്യം പഠിച്ചത് എന്തുവാ, വലിയ അസുഖമാണെങ്കിലും ശരി, ചെറിയ അസുഖമാണെങ്കിലും ശരി, നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് വിട്ടാൽ മതി, അത് തന്നെ ക്യൂർ ചെയ്തോളും. ഹീലിംഗ് ചെയ്യാനുള്ള അതിതീവ്രമായ ഒരു ശക്തിയാണ് നമ്മുടെ ഉപബോധ മനസ്സിന് ഉള്ളത്. അത് നമ്മൾ കണ്ടു. പിന്നെ രണ്ടാമത്, ഈ 10 മെത്തേഡ്സിലും മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് രാത്രി കിടക്കുന്നതിന് മുമ്പേയും രാവിലെ ഉണർന്ന ഉടനെ ബെഡിലിരുന്ന് തന്നെ ഇത് ചെയ്യാം. ഈ 2 പോയിൻറ്റ്സ് നമ്മൾ ഓർക്കണം. ശരി, ഇതെല്ലാം നമ്മൾ കേട്ടു ടീച്ചറെ, എല്ലാം നമ്മൾക്ക് മനസ്സിലായി, എല്ലാം കുറിച്ചും വെച്ചു. എനിക്ക് ഇന്നതാണ് ആവശ്യം, ഇന്ന ആവശ്യത്തിന് ഇന്ന മെത്തേഡ് നന്നായിരിക്കുമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു, അതുപോലെ അത് സെലക്ട് ചെയ്തു, അത് ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പം ടീച്ചറുടെ വീഡിയോ കേട്ട് 1 മാസമായി, 1 മാസം കൊണ്ട് ഞാൻ വിടാതെ ചെയ്യുന്നു, എന്നിട്ട് ഞാൻ വിചാരിക്കുന്ന, ഉദ്ദേശിക്കുന്ന, ആഗ്രഹിക്കുന്ന റിസൾട്ട് കിട്ടുന്നില്ലല്ലോ. അതെന്തുകൊണ്ട്? എവിടാണ് പിഴ വന്നത്? നമ്മൾ എവിടെ തെറ്റ് ചെയ്യുന്നേ എന്നുള്ള ഒരു ചോദ്യം, അല്ലെങ്കിൽ പല ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ട് വരാം. ഓക്കെ, അങ്ങനെ വരുന്ന കൊണ്ട് അപ്പം ചിലപ്പം ഈ റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് നമുക്ക് ഒരുപാട് പേർക്ക് അതിലുള്ള ഇൻട്രസ്റ്റ് അങ്ങ് പോകും. ഇതൊക്കെ ചുമ്മാ എന്ന് നമ്മളുടെ മനസ്സ് പലതും പറഞ്ഞ് നമ്മളെ പിന്തിരിപ്പിക്കും. അതുകൊണ്ടാണ് ഈ 2 വീഡിയോയും ഇപ്പോഴത്തെയും ഇതിൻ്റെ അടുത്ത് വരുന്ന വീഡിയോയും വളരെ ആവശ്യമുള്ള വീഡിയോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പലതും ചെയ്യുന്നു. ഓക്കെ, ഏതൊക്കെയോ മെത്തേഡ്സിൽ ചെയ്യുന്നു, പക്ഷേ ചെയ്തിട്ട് നമുക്ക് എന്തുകൊണ്ട് റിസൾട്ട് വരുന്നില്ല എന്ന് ഉള്ള ഡിസ്കഷനാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പം ഈ വീഡിയോയുടെ ടൈറ്റിൽ ഞാൻ എന്തുവാണ് ഇടുന്നത്? ഈസി ഡു ഇറ്റ്, ഈസി ഡസ് ഇറ്റ്. ഓക്കെ, ഈസി ഡസ് ഇറ്റ്. അതെന്തോ ഈസി ഡസ് ഇറ്റ്? ഡസ് എന്ന് വെച്ചാൽ ചെയ്യുന്നു, ഈസി എന്ന് വെച്ചാൽ എളുപ്പത്തിൽ. അതായത് നിങ്ങൾ ഒരുപാടൊന്നും പ്രയത്നിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഒരുപാട് എഫേർട്ട്സ് ഇടേണ്ട കാര്യമില്ല. സത്യത്തിൽ പറഞ്ഞാൽ ഈ കൂടുതൽ എഫേർട്ട്സ് ഇടുന്നതാണ് അവിടെ കുഴപ്പം. ഓക്കെ, ഇപ്പം എനിക്ക് ഒരു 50 ലക്ഷം രൂപ വേണം.
അല്ലെങ്കിൽ 1 കോടി രൂപ വേണം, കടത്തിൽ മുങ്ങിക്കിടക്കുക, വീട് ജപ്തി ചെയ്യാൻ വന്നിരിക്കുന്നു, ഒന്നും ചെയ്യാൻ വയ്യ, അരിക്ക് വകയില്ലാതെ ഇരിക്കുന്നു, ഭയങ്കര പ്രയാസം, ബുദ്ധിമുട്ട്. അപ്പം മണിയെക്കുറിച്ചുള്ള ഏതോ ഒരു ടെക്നിക്ക് ഞാൻ എടുത്ത് ചെയ്തു. പക്ഷേ 1 മാസം കൊണ്ട് ചെയ്യുന്നു, ഒന്നും കിട്ടുന്നില്ലല്ലോ. ഞാൻ രാപകൽ ഇതാണ്, എനിക്ക് രായും പകലും ഇതേ ഉള്ളു ജോലി. അങ്ങനെയൊക്കെ ചെയ്തിട്ടും എനിക്കെന്താ റിസൾട്ട് വരാത്ത? ഒരു 5 പൈസ എക്സ്ട്രാ വരുമാനം ഇല്ലല്ലോ. അതേ സ്ഥിതിഗതിയിലാണല്ലോ ഇപ്പോഴും ഇരിക്കുന്നത്. അപ്പം ഇതൊക്കെ ചുമ്മാതെയാണോ, വെറുതെയാണോ, വേസ്റ്റ് ഓഫ് ടൈമാണോ എന്ന് നമുക്ക് മനസ്സിൽ തോന്നിപ്പോകും. ഓക്കെ, അങ്ങനെ തോന്നാതിരിക്കാനുള്ള വഴികളാണ് ഇതിനകത്ത് പറയുന്നത്. അതിൽ അപ്പം അതാണ് ഈസി ഡസ് ഇറ്റ്. നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാം, എളുപ്പത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട്, ഫലം കിട്ടാം. എങ്ങനെ? അപ്പം എങ്ങനെ കിട്ടണം? അപ്പം കിട്ടണമെങ്കിൽ ചെയ്യരുതാത്ത ഏത് ചെയ്യണമെന്ന് ഇത്രയും നാൾ നോക്കി. ഇനി ഏത് ചെയ്യരുത് എന്നുള്ളതാണ് ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത്. ഏത് ചെയ്യണമെന്നുള്ളത് കണ്ട് അറിഞ്ഞ് ഫോളോ ചെയ്യുക, ഏത് ചെയ്യരുത് എന്നുള്ളത് അറിഞ്ഞ് മനസ്സിലാക്കി അതിനെ മാറ്റി വയ്ക്കുക. രണ്ടും വേണം, അല്ലയോ? ഓക്കെ. അപ്പം ഈ ബുക്കിൽ ഡോക്ടർ ജോസഫ് മർഫി പറയുന്നത്, നിങ്ങൾ ഉദ്ദേശിച്ച റിസൾട്ട്, അത് 10 ലക്ഷമോ 50 ലക്ഷമോ 1 കോടിയോ 100 കോടിയോ 1000 കോടിയോ അതൊക്കെ ഇരിക്കട്ടെ, നിങ്ങൾ എന്തൊക്കെയോ ചോദിക്കുന്നു. അല്ലാതെ ഹെൽത്ത് വേണം, അസുഖം മാറണം, റിലേഷൻഷിപ്പ് നന്നായിരിക്കണം, എനിക്ക് എൻ്റെ ഭർത്താവിന് എന്നും വഴക്കും അടിയും പിടിയുമാണ്, അതെല്ലാം മാറി 4 പേരുടെ കൂട്ട് അന്തസ്സായിട്ട് സുമുഖമായിട്ട് സന്തോഷമായിട്ട് ഉള്ള കാലം ഞങ്ങൾ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷേ നടക്കുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുന്നവർക്കാണ് ഇത്. അപ്പം എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണമെന്നുള്ളത് നമുക്കറിയാം. എന്ത് ചെയ്യരുത്? 1, എന്തുകൊണ്ട് നമുക്ക് ഫെയിലിയർ ആവുന്നു, നമ്മൾ ആഗ്രഹിച്ച റിസൾട്ട് വരാതിരിക്കാൻ എന്ത് കാരണങ്ങൾ? 2 കാരണങ്ങളാണ്. 1, ലാക്ക് ഓഫ് കോൺഫിഡൻസ്. കോൺഫിഡൻസ് എന്ന് വെച്ചാൽ എന്തുവാ? ആത്മവിശ്വാസം, ഉറച്ച ഒരു വിശ്വാസം, ഇത് നടക്കും. ഞാനിത് പ്രപഞ്ചത്തിൻ്റെ അടുത്ത് കേൾക്കുന്നു, ഞാൻ എൻ്റെ ഇഷ്ടദൈവതയുടെ അടുത്ത് കേൾക്കുന്നു, ഞാൻ എൻ്റെ ഇഷ്ടദൈവമായിട്ട് ദിവസവും പൂജിച്ച് ആരാധിക്കുന്ന എൻ്റെ അമ്മയുടെ അടുത്താണ് ഞാൻ ഇത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെനിക്ക് കിട്ടും എന്നുള്ള ഉറച്ച വിശ്വാസം ഒരുപാട് പേർക്ക് ഇല്ല. അപ്പം നമ്മളെല്ലാം ഈ ജസ്റ്റ് ഒരു ടോപ്പ് ലെവലിൽ അങ്ങനെ പോവുക. ദിവസവും ഞാൻ അമ്പലത്തിൽ പോകുന്നു, ദിവസവും 3 പ്രദക്ഷിണം വയ്ക്കുന്നു, ദിവസവും ഉണ്ടിയിൽ 1 രൂപ ഇടുന്നു, എന്നിട്ടും ദിവസവും വിളക്ക് കത്തിക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. നമ്മളിതൊക്കെ ചെയ്താലും നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിശ്വാസക്കുറവ് ഉണ്ട്. അത് ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളെ സ്വയം പരിശോധിച്ച് നോക്കണം. മനസ്സിലായോ? എത്രത്തോളം വിശ്വാസം നിങ്ങൾക്കുണ്ട്? അതായത് നമ്മൾ ആഗ്രഹിക്കുന്നത് വേറെ, വിശ്വസിക്കുന്നത് വേറെ. നമുക്ക് 10 കോടി വേണമെന്ന് ആഗ്രഹിക്കാം, തെറ്റേയില്ല. 100 കോടി 1000 കോടി എത്ര വേണമെങ്കിലും നമ്മൾ ചോദിക്കാം, ആഗ്രഹിക്കുന്നതിൽ തെറ്റേയില്ല. പക്ഷേ ഈ ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല, കൈയൊക്കെ കൂപ്പി ദൈവമേ എന്ന് മനസ്സലിഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങോട്ട് തിരിയുമ്പോഴേ നമ്മുടെ ഈ കോൺഷ്യസ് മൈൻഡ് ഉണ്ടല്ലോ, ഈ കോൺഷ്യസ് മൈൻഡ് നമ്മളടുത്ത് 100 ചോദ്യം ചോദിക്കും. നിനക്കൊക്കെ 50 ലക്ഷം വേണോ? ഇപ്പോൾ നിനക്കൊക്കെ 10 കോടി കിട്ടിയാൽ നീ എന്ത് ചെയ്യും? 10 കോടിക്ക് എത്ര സീറോ എന്ന് നിനക്കറിയാമോ? അങ്ങനെയൊക്കെ ഒരുപാട് എതിർ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പം നമ്മളുടെ ആത്മവിശ്വാസം ടബേൽ അങ്ങ് കുറയും. അതാണ് ഒരു കാരണം. ഓക്കെ. 2ാമത്തെ കാരണം, ഒരുപാട് നമ്മൾ പരിശ്രമിക്കുന്നു. അതായത് രാവിലെ എണീറ്റ ഉടനെ അത് ചെയ്യണം, രാത്രി കിടക്കുന്നതിന് മുമ്പേ ആ പ്രാർത്ഥന ചെയ്യണം, ആ മെത്തേഡ് ഫോളോ ചെയ്യണം. പിന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഉച്ചയ്ക്കോ വൈകുന്നേരമോ 1-2 പ്രാവശ്യം അതോടെ അങ്ങ് വിട്ടേക്കണം. അതിൻ്റെ അർത്ഥമാണ് ഈസി ഡസ് ഇറ്റ്, ഡു ഇറ്റ് ഇൻ എ ഈസി വേ. രായും പകലും ലീവ് ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്നുകൊണ്ട് ഇത് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്നുള്ള ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉപബോധ മനസ്സിന് 1 പ്രാവശ്യം നല്ല രീതിയിൽ ഫീഡ് ചെയ്ത് കൊടുത്താൽ മതി, അത് ഉടനെ ആക്ഷനിൽ ഇറങ്ങും.
അതിനെ ഇങ്ങനെ ഇട്ട് നിർബന്ധിക്കുന്നത് അതിന് ഇഷ്ടമല്ല. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യം നമുക്ക് മനസ്സിലാക്കണം. ഇപ്പോൾ ഈ വീഡിയോ കേൾക്കുമ്പം തന്നെ ഒട്ടുമൊത്തം ആൾക്കാർക്കും, അതായത് റിസൾട്ട് കിട്ടാത്തവർക്ക് ഒരു നല്ല ഒരു ആൻസർ തരുന്ന ഒരു വീഡിയോ ആണ് ഇത്. ഓക്കെ, അപ്പോൾ 2 കാര്യം. ഒന്ന്, നമ്മൾ പ്രാർത്ഥിക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, എല്ലാം ചെയ്തിട്ടും തിരിച്ച് ഒരു 10 നിമിഷം കഴിയുമ്പം നമ്മളുടെ കോൺഷ്യസ് മൈൻഡ്, ബുദ്ധി ചോദിക്കും, നിനക്കൊക്കെ ഇതിന് അർഹതയുണ്ടോ? നിനക്കൊക്കെ എന്തിനാണ് ഇതൊക്കെ? നീ ഇത് വെച്ച് എന്ത് ചെയ്യാൻ പോകുന്നു? നിനക്കിതിനെ മാനേജ് ചെയ്യാനുള്ള ശക്തിയുണ്ടോ? കാശാണെങ്കിൽ കാശ്, റിലേഷൻഷിപ്പ് ആണെങ്കിൽ റിലേഷൻഷിപ്പ്, ഏത് അസുഖമാണെങ്കിലും ശരി, പല ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള ചോദ്യങ്ങൾ നമ്മളെ കൗണ്ടർ അടിക്കുന്ന പോലെ വരും. അതാണ് ലാക്ക് ഓഫ് കോൺഫിഡൻസ്. അപ്പം ഇത് എന്തുകൊണ്ടാണ് ഈ ലാക്ക് ഓഫ് കോൺഫിഡൻസ് വരുന്നതെന്ന് വെച്ചാൽ, ഈ ആത്മവിശ്വാസം കുറയുന്നതിൻ്റെ കാരണം നമുക്ക് ഇപ്പോഴും നമ്മളുടെ ഉപബോധ മനസ്സിൻ്റെ അപാരമായ ശക്തി, അപരിമിതമായ ശക്തി നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. അതാണ് സത്യം. ഓക്കെ, അങ്ങനെ അതിൻ്റെ അത്രയും ഉള്ള പവർ ഉള്ള സാധനമാണ് നമ്മുടെ ഉപബോധ മനസ്സെന്ന് നമുക്ക് കൺവിൻസ് ആയെങ്കിൽ, നമുക്ക് 100% ബോധ്യമുണ്ടെങ്കിൽ ഈ സംശയങ്ങൾ വരില്ല. അതുമാത്രമല്ല, സദാസർവകാലവും ഇതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കാതിരിക്കുക. ഓക്കെ, ഡ്രീം ചെയ്യാം, തെറ്റില്ല. അബ്ദുൽ കലാം പറഞ്ഞ ഡ്രീമിങ് വേറെ, അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നറിയാം. ആ ഡ്രീം ചെയ്യാം, തെറ്റില്ല. പക്ഷേ സദാസർവകാലവും അതിനെ ചെയ്തുകൊണ്ടിരിക്കരുത്. എന്താണെന്ന് വെച്ചാൽ സബ് കോൺഷ്യസ് മൈൻഡിന് ഈ നിർബന്ധിക്കുന്നത് ഇഷ്ടമല്ല. അതിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വിട്ടേക്കണം. പിന്നെ ഈ കൗണ്ടർ അടിക്കാൻ നമ്മുടെ കോൺഷ്യസ് മൈൻഡിനെ വിടരുത്. കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ കോൺഷ്യസായിട്ട് തിങ്ക് ചെയ്യുന്നു, ഓക്കെ എനിക്ക് 10 കോടി വേണം, അത്രയ്ക്ക് ചിലവുണ്ട്, അത്രയും കടത്തിൽ മുങ്ങിക്കിടക്കുവാണ്, എനിക്ക് 10 കോടി വേണം, അല്ലെങ്കിൽ പോട്ടെ 1 കോടി വേണം. അത് കിട്ടും. പക്ഷേ രായും പകലേ എനിക്ക് 1 കോടി വേണം, എനിക്ക് 1 കോടി വേണം, എനിക്ക് 1 കോടി വേണമെന്ന് പറയരുത്. പിന്നെ കോൺഷ്യസായിട്ട് ബോധപൂർവം നമ്മൾ 1 കോടി നമുക്ക് ഉണ്ടെങ്കിലേ ഈ കടമെല്ലാം തീർന്ന് നല്ല ഒരു സെറ്റിൽമെൻറ്റിന് വരാനൊക്കത്തുള്ളൂ എന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ 1 കോടി ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. നമ്മൾ കോടി വേണമെങ്കിലും ചോദിക്കാം, തെറ്റേയില്ല. പക്ഷേ ഈ അങ്ങനെ ചോദിക്കുമ്പം 1 പ്രാവശ്യം 2 പ്രാവശ്യം 3 പ്രാവശ്യം പറഞ്ഞിട്ട് അങ്ങ് വിട്ടേക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അതിൻ്റെ പറഞ്ഞറിയിക്കാൻ വയ്യ, അതിൻ്റെ എന്ന് വെച്ചാൽ ഈ ഉപബോധ മനസ്സിൻ്റെ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ശക്തിയെ ഉണരാനുള്ള ശക്തി നമുക്കില്ല. നമ്മളുടെ ബ്രെയിനിന് അതിനെ ഉൾക്കൊള്ളാനുള്ള ശക്തിയില്ല. ഇപ്പം LKG പഠിക്കുന്ന കൊച്ച് ആ ഇ ഉ എഴുതി പഠിക്കുന്നു. അതിൻ്റെ അടുത്ത് കോളേജിലെ ഉള്ള ലെസൺസ് എല്ലാം കൊണ്ടുവന്ന് ബുക്കും വെച്ച് ഈക്വേഷൻസൊക്കെ ഇട്ട് പറഞ്ഞു കൊടുത്താൽ അതിന് എന്തെങ്കിലും തലയിൽ കയറുമോ? അതുപോലെ നമ്മളുടെ ബുദ്ധി എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡാണ്. ആ ലിമിറ്റഡ് അറിവിനെ അൺലിമിറ്റഡായിട്ടുള്ള ഉപബോധ മനസ്സിൻ്റെ ശക്തിയെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതാണ് അതിൻ്റെ കുഴപ്പം. അതിൻ്റെ ഉപബോധ മനസ്സിൻ്റെ ശക്തിയെ മനസ്സിലാക്കി അതിൽ നിന്ന് ഉപബോധ മനസ്സിനെ വെച്ച് കാര്യം നടത്തിയവരെല്ലാം മഹാന്കളായി. നമ്മളൊക്കെ ഇവിടെ സാധാരണ നിലയിൽ കിടക്കുന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ്. നമുക്ക് നമ്മളുടെ ദേഹത്ത് നമുക്ക് തന്നിട്ടുള്ള ഉപബോധ മനസ്സിൻ്റെ ശക്തി നമുക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. അതിലാണ് സംശയം. ഇത് തരുമോ? കിട്ടുമോ? ഇതിന് അർഹതപ്പെട്ടവളാണോ ഞാൻ? അങ്ങനെ സ്വയം ഒരു ഡൗട്ടുണ്ടെങ്കിൽ കിട്ടുകയില്ല. അപ്പോൾ നമ്മൾ എവിടെ നമുക്ക് പാളിച്ച വന്നേന്നുള്ളത് നിങ്ങൾ ഇപ്പം ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, സോ ഒന്ന് അതിൻ്റെ നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടരുത്. 2 അതിനെ ഒരുപാട് നിർബന്ധിക്കരുത്. ഏതിനെ? നമ്മുടെ ഉപബോധ മനസ്സിനെ നിർബന്ധിക്കാൻ പാടില്ല. ഓക്കെ, പിന്നെ ചിലരുണ്ടല്ലോ, ശരി ഐ എം ഹെൽത്തി,
ഐ എം ഹെൽത്തി, ഐ എം ഹെൽത്തി. ഡിക്രി മെത്തേഡ്, ഐ ആം ഹെൽത്തി, ഐ ആം ഹെൽത്തി ആസ് പെർ ദ സുപ്രീം ഓർഡർ ആൻഡ് ഇറ്റ് ഈസ് സോ. ഇതെല്ലാം നമ്മൾ കേട്ടതാണ്, നമ്മൾ എഴുതി വെച്ചു, പ്രാക്ടീസും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്കുണ്ടല്ലോ നമ്മൾ തന്നെ ഇതേ നാക്ക് വെച്ച് ഇതേ മനസ്സുകൊണ്ട് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സും പറയാറുണ്ട്. രാവിലെ ഞാൻ ചെയ്തു, അതുമാത്രമല്ല ഈ വക കാര്യങ്ങളൊന്നും വെളിയിൽ പറയരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ മനസ്സിൽ തന്നെ നമുക്ക് ഞാൻ ചോദിച്ചിട്ടുണ്ട്, പക്ഷേ അതൊക്കെ നടക്കുമെന്ന് എനിക്കൊരു വിശ്വാസമില്ല. ഐ ആം ഹെൽപ്ലെസ്, ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. അങ്ങനെയും നമ്മൾ പറയും. നമുക്ക് വേണം താനും, പക്ഷേ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ സദാസർവകാലവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക മനസ്സിൽ. ഐ സീ നോ വേ ഔട്ട്. നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നു, ഷീ ഈസ് ഹെൽത്തി എന്ന് അവരെയും പറയുന്നു, നമ്മളും പറയുന്നതിന് പക്ഷേ എനിക്കെന്തോ അവർ രക്ഷപ്പെടുമെന്ന് ഒരു ഉറപ്പില്ല. അങ്ങനെയും നമ്മൾ പറയും. ഇപ്പോൾ ഈ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സാണ് നമ്മളെ പിന്തിരിപ്പിക്കുന്നത്, നമ്മുടെ ഉപബോധ മനസ്സിനെ പിന്തിരിപ്പിക്കുന്നത്. ഇപ്പോൾ ഒരു ടാക്സി ഡ്രൈവർ, നമ്മളൊരു ടാക്സി എടുക്കുന്നു, ഇന്ന സ്ഥലത്ത് പോകണമെന്ന് പറയുന്നു. അതിനിടയ്ക്ക് ആ സ്ഥലത്ത് എത്തുന്നതിനിടയ്ക്ക് ഒരു 10 പ്രാവശ്യം റൂട്ട് മാറ്റി നമ്മൾ പറയുന്നു. അപ്പോൾ ആ ഡ്രൈവറിന് എത്ര കൺഫ്യൂഷൻ കാണും, ആലോചിച്ച് നോക്കി. അപ്പോൾ നമ്മൾ പോയി ചേരേണ്ട ഇടത്ത് ചേരുമോ? ഇല്ല. എത്തേണ്ട സ്ഥലത്ത് എത്താനേ പറ്റില്ല. എന്ന് വെച്ചാൽ നമ്മൾ 10 പ്രാവശ്യം റൂട്ട് മാറ്റുന്നില്ലയോ? നമുക്കേ ഒരു സംശയം. അതാണ് അവിടെ വരുന്ന കുഴപ്പം. ഓക്കെ, സോ നമുക്ക് ഉറച്ച ഒരു വിശ്വാസം, ആത്മവിശ്വാസം വേണം. നമുക്ക് ഇതിൽ നിന്ന് ഒരു പോംവഴി കിട്ടും. നമ്മുടെ ഉപബോധ മനസ്സ് തന്നെ നല്ല ഒരു വഴി കണ്ടുപിടിക്കും, നല്ല ഒരു മെത്തേഡ് കണ്ടുപിടിച്ച് തരും. അത് ഞാൻ ഫോളോ ചെയ്താൽ മതി, ഞാൻ നന്നാവും എന്നുള്ള ആത്മവിശ്വാസം വേണം. ഒരു ചെറിയ ഒരു ഫേമസ് സ്റ്റോറിയാണ്. പല സ്ഥലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് പല മീറ്റിങ്സിലൊക്കെ പോകുമ്പം വലിയ ആൾക്കാരൊക്കെ കോട്ട് ചെയ്യുന്ന ഒരു ചെറിയ സംഭവമാണ്. അതായത് അത് പല രീതിയിലും ഇതും പറയുന്നു. അതിൻ്റെ ഉൾക്കരുത്ത് എന്തുവാന്നുള്ളതാണ് ഞാൻ ഇപ്പം പറയാൻ പോകുന്നത്. ഒരു വീട്ടിൽ ഒരു മെഷീൻ കേടായി. അപ്പോൾ മെക്കാനിക്കിനെ വിളിക്കുന്നു. വീട്ടിൻ്റെ ഉടമസ്ഥൻ മെക്കാനിക്കിനെ വിളിക്കുന്നു. മെക്കാനിക്ക് വന്ന് നോക്കുന്നു. തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നോക്കിയിട്ട് ഒടുക്കം അവന് പിടികിട്ടി മിസ്റ്റേക്ക് എന്തുവാന്ന്. അവൻ മെക്കാനിക്കല്ലേ, അവന് മിസ്റ്റേക്ക് കണ്ടുപിടിച്ചു. ഒടുക്കം അവൻ കടയിൽ പോയി ഒരു നട്ടും ബോൾട്ടും വാങ്ങിച്ചുകൊണ്ട് വന്നു. നട്ടും ബോൾട്ടും ഇട്ട് തിരിച്ചപ്പോഴത്തേക്ക് മെഷീൻ പഴയ രീതിക്ക് വന്നു ഓടാൻ തുടങ്ങി. അപ്പോൾ എല്ലാവർക്കും സന്തോഷം. ഇപ്പം ഇതൊക്കെ നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്നതാണ്. മിക്സി ഇപ്പോൾ മിക്സി ഓടിയില്ലെങ്കിൽ മിക്സി ചീത്തയായ മിക്സിയിൽ അരയ്ക്കുന്ന കൂട്ടാനെല്ലാം നമ്മൾ മാറ്റി വയ്ക്കും ആണല്ലോ. എന്ന് വെച്ചാൽ ഇക്കാലത്ത് ആരുടെ വീട്ടിലും അമ്മിയില്ല. ഗ്രൈൻഡർ ചീത്തയായ വെളിയിൽ നിന്ന് മാവ് വാങ്ങിക്കും. ഗ്രൈൻഡർ ശരിയാക്കുന്നവരെ നമുക്ക് വീട്ടിൽ ആട്ടുകല്ലില്ല. ഗ്രൈൻഡറിലിട്ട് അരയ്ക്കാനേ ഇക്കാലത്തെ പിള്ളേർക്ക്, ഈ തലമുറയ്ക്ക് ഭയങ്കര മടിയാണ്, ഭയങ്കര പ്രയാസമാണ്. വാഷിംഗ് മെഷീൻ ഇല്ലെങ്കിൽ പറ്റില്ല, AC ഇല്ലെങ്കിൽ പറ്റില്ല, ഫ്രിഡ്ജില്ലെങ്കിൽ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ വരുമ്പോഴാണ് നമുക്ക് വെപ്രാളം. അപ്പോൾ ഇങ്ങനെ മെക്കാനിക്കിനെ വിളിച്ചു. അവൻ നോക്കി, കുറേ നേരം ശ്രമിച്ചു. എങ്ങനെ തിരിച്ച് ഓടുമ്പം നമുക്ക് സന്തോഷം. അപ്പം മെക്കാനിക്കിൻ്റെ അടുത്ത് ചോദിച്ചു, എത്ര തരണം? അവൻ പറഞ്ഞു 200 രൂപ താ. 200 രൂപയാ? വെറും ഒരു നട്ടും ബോൾട്ടും ഇട്ടതിനാണ് 200 രൂപ? അപ്പോൾ അങ്ങേര് പറഞ്ഞു, നട്ടും ബോൾട്ട് 5 രൂപ, ബാക്കി 195 രൂപ എൻ്റെ ബുദ്ധിക്കാണ്. അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ, അതുകൊണ്ടല്ലേ എന്നെ വിളിച്ചേ. ഞാൻ എത്ര നേരം അത് മെനക്കെട്ടു. എൻ്റെ സമയത്തിന്, എൻ്റെ മെനക്കേടിനും എൻ്റെ ബുദ്ധിക്കുമാണ് 195 രൂപ. അങ്ങനെ 200 രൂപ എടുത്ത് വെയ്യെന്ന് പറഞ്ഞു. ഇത് പല അമൗണ്ടിൽ പല രീതിയിൽ ആൾക്കാർ പലരിടത്തു നിന്നും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ജോസഫ് മർബി അദ്ദേഹത്തിൻ്റെ ബുക്കിൽ എഴുതിയതാണ് ഈ കാര്യം. ഇത് സത്യമാണ്. സത്യമെന്ന് വെച്ചാൽ ഈ നട്ടും ബോൾട്ടും ഒരു ചെറിയ കാര്യമാണ്.
പക്ഷേ അതിനെ കണ്ടുപിടിക്കാനും അതിനെ മനസ്സിലാക്കാനുമുള്ള ബുദ്ധി ആ മെക്കാനിക്കിനുണ്ടായിരുന്നു. ആ ബുദ്ധിക്കാണ് മാക്സിമം. അപ്പം നമുക്കും നമ്മളുടെ കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ ആ ഉപബോധ മനസ്സിൻ്റെ അപാരമായിട്ടുള്ള ശക്തിയെ മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണം നമുക്ക്. ഓക്കെ, അതാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ ഉപബോധ മനസ്സാണ് നമ്മുടെ ഈ ദേഹത്തിനെ ഉണ്ടാക്കിയെടുത്തത്. അപ്പം ഈ ഉപബോധ മനസ്സിന് തന്നെ അതിനെ ഹീൽ ചെയ്യാനും അറിയാം എന്നുള്ള മെത്തേഡ്, ഡിക്രി മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യാം. ഹെൽത്തിന്, വെൽത്തിനൊക്കെ ഡിക്രി മെത്തേഡ് ഫോളോ ചെയ്യാം. ഓക്കെ, ഐ ആം ഓൾ റൈറ്റ്, ഐ ആം ഹെൽത്തി, ഐ ആം റിച്ച്, അങ്ങനെയൊക്കെ ഒരേ ഒരു സെൻറ്റൻസ് ഡിക്രി മെത്തേഡ് ഫൈനൽ, അത് ഉപയോഗിക്കാം. അപ്പം ഇവിടെ എന്തുവാ പറയുന്നത്? ഈസി ഡസ് ഇറ്റ്, ഡോണ്ട് ബി കൺസേൺഡ് വിത്ത് ഡീറ്റെയിൽസ്. ഡോണ്ട് ബി കൺസേൺഡ് വിത്ത് ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ നമുക്ക് എൻഡ് റിസൾട്ട് മാത്രമേ നമുക്ക് വിശ്വസിക്കാവൂ. അതായത് എൻഡ് റിസൾട്ട് മാത്രം നടന്നാൽ മതി. ഇപ്പോൾ എൻഡ് റിസൾട്ട് എന്ന് വെച്ചാൽ എന്തുവാ? ഓക്കെ, എനിക്ക് ഇപ്പം 10 കോടി വേണം. ഞാൻ ദൈവത്തിൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു, രാത്രി കിടക്കുമ്പം പ്രാർത്ഥിച്ചു, രാവിലെ എണീക്കുമ്പം പ്രാർത്ഥിച്ചു, ഇടയിൽ 1-2 പ്രാവശ്യം പ്രാർത്ഥിച്ചു. എല്ലാം പെർഫെക്റ്റായിട്ടാണല്ലോ ഞാൻ ചെയ്യുന്നത്. ഇനി എൻ്റെ കയ്യിൽ പൈസ വന്നില്ല. അപ്പം ഇതൊക്കെ ഒന്നാമത്തെ കാര്യം സംശയം. രണ്ടാമത്തെ കാര്യം, അതായത് ഉപബോധ മനസ്സിൻ്റെ കപ്പാസിറ്റിയെക്കുറിച്ചുള്ള സംശയം ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതൊക്കെ എങ്ങനെ നടക്കും? ഞാനൊരു സാധാരണ ഒരു ക്ലാർക്കാണ്. ഞാൻ ഒരു സൈക്കിളിൽ എൻ്റെ ഓഫീസിൽ പോകുന്നു, എൻ്റെ ജോലിയൊക്കെ ചെയ്യുന്നു, ഓഫീസിലുള്ള ഒരു ക്ലർക്കിൻ്റെ ജോലിയൊക്കെ ചെയ്യുന്നു. അല്ലെങ്കിൽ ഞാൻ വെറും ഒരു പ്യൂണാണ്. ഞാൻ പോകുന്നു, എൻ്റെ പ്യൂണിൻ്റെ ജോലിയൊക്കെ ചെയ്തിട്ട് ഞാൻ വരുന്നു. എനിക്ക് എവിടുന്നാണ് ഈ 10 കോടി എവിടുന്ന് വരും? അതൊക്കെ ചുമ്മാതെ ഇല്ലയോ? 10 കോടി വരാനുള്ള വഴി നമുക്കെന്തുവാ? പ്രോപ്പർട്ടി ഉണ്ടോ? ഏതെങ്കിലും സമ്പാദിക്കാനുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഇത് മണ്ണിൽ നിന്ന് മാന്തിയെടുത്ത് ചെയ്യാൻ പറ്റുമോ? ഏത് വഴിയൊന്നുമില്ലല്ലോ എന്നുള്ള വിചാരങ്ങൾ നമുക്ക് വരരുത്. എൻഡ് റിസൾട്ട് എന്ന് വെച്ചാൽ എന്തുവാ? എനിക്ക് ഇത്രയും വേണം, അത് മാത്രമേ നമ്മൾ ചിന്തിക്കാവൂ. അത് ഏത് വഴി കൂടെ വരുന്നു? ആരെങ്കിലും നമുക്ക് ഗിഫ്റ്റ് തരുന്നോ? അല്ലെങ്കിൽ ആരെങ്കിലും എഴുതി വെച്ചിട്ട് പോയോ ബില്ല്? അല്ലെങ്കിൽ നമുക്ക് എവിടെയോ കിടക്കുന്ന, എനിക്കേ അറിയാൻ വയ്യാതെ കിടക്കുന്ന എൻ്റെ അപ്പൻ്റെ സ്വത്ത് എനിക്കിന്ന് കൈക്ക് വരുന്നോ? അത് എങ്ങനെ വരും? ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംശയം പാടില്ല. എൻഡ് റിസൾട്ടിനെ മാത്രം നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ, അതാണ് വേണ്ടിയത്. അപ്പം ആ ഒരു എൻഡ് റിസൾട്ട്, ഹാപ്പി സൊല്യൂഷൻ, ആ സൊല്യൂഷൻ ഏത് രീതി വരുമെന്ന് നമ്മൾ തല പുണ്ണാക്കേണ്ട കാര്യമില്ല. അത് നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ജോലിയാണ്. ഉപബോധ മനസ്സിന് 1008 വഴികൾ അറിയാം. അതിൽ ഏതെങ്കിലും ഒരു വഴി പ്രപഞ്ചത്തിൽ ഉണ്ടാക്കി അത് എങ്ങനെയെങ്കിലും നമുക്ക് നടത്തി തരും. പക്ഷേ അതുവരെ നമ്മൾ ക്ഷമയോടെ പോസിറ്റീവ് റിസൾട്ടിനെ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കണം. ആ എൻഡ് റിസൾട്ട് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. ഓക്കെ, അപ്പം ആ ഫീലിംഗ് വേണം. എനിക്ക് 10 കോടി കിട്ടും. അത് ലോട്ടറി കിട്ടുമോ? അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുതരുമോ? അല്ലെങ്കിൽ ഏതെങ്കിലും പല പല രീതികളുണ്ടല്ലോ. ഏത് രീതിയിൽ നമുക്ക് വരും? നമ്മൾ രീതിയെക്കുറിച്ചൊന്നും നോക്കണ്ട. ഞാൻ ആഗ്രഹിച്ച 10 കോടി കിട്ടുമ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്യും? എത്ര ബെഡ്റൂമുള്ള വീട് വയ്ക്കും? എന്തൊക്കെ ചെയ്യും? ഫോറിൻ ടൂർ അടിക്കുമോ? അത് ചെയ്യുമോ? ഇത് ചെയ്യുമോ? ആ എൻഡ് റിസൾട്ടിനെ അപ്പോൾ നമുക്ക് കൈ കിട്ടുമ്പോൾ എത്ര സന്തോഷമായിരിക്കും. ആ സന്തോഷത്തിനെ നമ്മൾ അനുഭവിക്കുക. ഇപ്പോഴേ കൈ കിട്ടിയ പോലെ വിചാരിക്കുക, കിട്ടണം. അങ്ങനെ പ്രാർത്ഥിച്ചാലും 10 കോടി എൻ്റെ കയ്യിലുണ്ട് ഇപ്പം. ഇനി എനിക്ക് എന്താവാ ലൈഫിൽ ഒരു പ്രയാസമില്ല. പക്ഷേ 10 കോടി കിട്ടിയ കൊണ്ട് എല്ലാം തികഞ്ഞു എന്നൊന്നും നമുക്ക് വിചാരിക്കേണ്ട. ആ 10 കോടി വെച്ച് അനുഭവിക്കാനുള്ള അനുഗ്രഹവും ആ ദൈവം തരണം. അല്ലെങ്കിൽ നടക്കത്തില്ല. അത് വിടണം. അത് ഇപ്പോഴത്തേക്ക് വേണ്ട. അത് ഫിലോസഫി. ആ ചർച്ച ഇപ്പം വേണ്ട. പക്ഷേ നമുക്ക് കിട്ടുമ്പോൾ, നമ്മൾ ആഗ്രഹിച്ചത് കിട്ടുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ. ആ സന്തോഷത്തിനെ നമ്മൾ
വിചാരിച്ച് മനസ്സിൽ ഇരുത്തുക. ഓക്കെ, സോ ഹാപ്പി എൻഡിങ്ങും ആ ഫീലിംഗ് എന്ന് വെച്ചാൽ അത് കിട്ടുമ്പോൾ എത്ര നന്നായിരിക്കും, എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും, ഒരു വേൾഡ് ടൂർ അടിക്കണം, നയാഗ്ര ഫാൾസിനെ കുറിച്ചൊക്കെ ആളുകൾ എന്തൊക്കെ പറയുന്നു, യൂട്യൂബിൽ എന്തൊക്കെ ഇട്ടിരിക്കുന്നു, അത് ഞാൻ നേരിട്ട് കാണുമ്പോൾ എങ്ങനെ ഇരിക്കും, അങ്ങനെയൊക്കെ ആ സന്തോഷത്തിനെ മാത്രം നമ്മൾ വിചാരിച്ച് നോക്കുക. അപ്പം ഇതിൽ ഇനിയൊരു ഇമ്പോർട്ടൻ്റ് കാര്യം, ഈ നിർബന്ധിക്കുന്നത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ലേ, ഉപബോധ മനസ്സിന് നിർബന്ധിക്കുന്നത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ലേ, അത് എന്തിനാന്ന് വെച്ചാൽ അതിന് നമ്മുടെ വിൽ പവർ, ഈ നമ്മളുടെ വിൽ പവർ എന്ന് വെച്ചാൽ നമുക്ക് ഉള്ള എല്ലാ പവറിനെയും വെച്ച് ആ സബ് കോൺഷ്യസ് മൈൻഡിനെ നശിക്കി ഫോഴ്സ് ചെയ്ത് എനിക്കിത് വാങ്ങിച്ചതാ അല്ലെങ്കിൽ ഇത് നടക്കണം എന്നാൽ അതിനെ ഇട്ട് പ്രയാസപ്പെടുത്തരുത്, അതിനെ നിർബന്ധിക്കരുത്. പക്ഷേ നമുക്ക് ഇമാജിൻ ചെയ്യാം. ഇമാജിൻ ചെയ്യുന്നത് സബ് കോൺഷ്യസ് മൈൻഡിനെ അത് നല്ലതാണ്. സബ് കോൺഷ്യസ് മൈൻഡിനെ ബാധിക്കുന്നില്ല എന്ന് വെച്ചാൽ നെഗറ്റീവായിട്ട് അതിനൊരു ബാധിപ്പ് വരുന്നില്ല, അതിനൊരു നെഗറ്റീവ് ഇഫക്റ്റ് അതിനകത്ത് വരുന്നില്ല. നമുക്ക് ഇമാജിൻ ചെയ്യാം. അതിലെ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളുടെ കയ്യിൽ കിട്ടി എന്നുള്ള ഒരു വിചാരം, അതിന് കിട്ടണം, അത് കയ്യിൽ കിട്ടി കിട്ടാനുള്ള വഴി, അതാണ് മാനിഫെസ്റ്റേഷൻ. നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് കിട്ടണം എന്നുള്ളതാണ് മാനിഫെസ്റ്റേഷൻ. വിഷ്വലൈസേഷൻ എന്ന് വെച്ചാൽ എന്തുവാ? ഇമാജിനേഷൻ എന്ന് വെച്ചാൽ എന്തുവാ? ഇരുന്ന് മനസ്സിൽ കോട്ട കെട്ടുക. എനിക്ക് 10 കോടി കിട്ടും, അപ്പോൾ ഇന്നത് ചെയ്യണം, ഇന്ന ടൂർ അടിക്കണം, ഇന്ന ആൾക്കാർക്ക് ഇന്നത് ചെയ്യണം, ഇത്രയും ചാരിറ്റിക്ക് ചെയ്യണം, ഞാൻ അത്രയും 4 ബെൻസ് കാർ വാങ്ങിക്കും, അല്ലെങ്കിൽ ഓരോ രീതിയിൽ ഓരോ കളറിൽ ഓരോ കമ്പനിയുടെ കാർ വാങ്ങിച്ച് എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ നിരത്തി പിടിച്ച് നിർത്തും. ഇമാജിനേഷൻ ചെയ്യുന്നതിന് കാശും പണമും വിസയും പാസ്പോർട്ടും ഒന്നും വേണ്ട, ചെയ്യുക. പക്ഷേ നമ്മുടെ ബുദ്ധിയെ ഉപയോഗിച്ച് അതിനെ നിർബന്ധിക്കരുത്. ഓക്കെ, അപ്പം ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മനസ്സ് പോലെ ബി എ ചൈൽഡ് ലൈക്ക് പേഴ്സൺ. ചൈൽഡ് ലൈക്ക് എന്ന് വെച്ചാൽ ചൈൽഡിഷ് അല്ല, ഇത് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ചൈൽഡിഷ് എന്ന് വെച്ചാൽ കൊച്ചു കുഞ്ഞുങ്ങളുടെ രീതിയിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തത്, ചൈൽഡിഷ് അല്ല, ചൈൽഡ് ലൈക്ക് എന്ന് വെച്ചാൽ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കൂട്ട്. ഒരു കൊച്ചു കുഞ്ഞിന് എനിക്ക് മുട്ടായി വേണം കാര്യം ഒരു മുട്ടായി കൊടുത്താൽ എന്തോ ഒരു സന്തോഷം, അത് ഉടനെ പൊളിക്കുക, തിന്ന് തീർന്നോണ്ടേ എല്ലാം തീർന്നു. പക്ഷെ അപ്പോൾ ആ കയ്യിൽ കിട്ടുമ്പോൾ എന്തോ ഒരു സന്തോഷം, ആ ഒരു സന്തോഷത്തിൽ നമ്മൾ ലയിച്ചിരിക്കുക. അപ്പം സിമ്പിളായിരിക്കുക, ഉപബോധ മനസ്സിനെ ഇട്ട് നിർബന്ധിക്കരുത്, നല്ലപോലെ വിഷ്വലൈസ് ചെയ്യാം, നല്ലപോലെ ഇമാജിൻ ചെയ്യാം, കൊച്ചു കുഞ്ഞിൻ്റെ കൂട്ട് സന്തോഷിക്കാം, അതിനെ വിചാരിച്ച് സന്തോഷിക്കാം. നമുക്ക് ഉറച്ച ഒരു വിശ്വാസം വേണം. ഓക്കെ, അപ്പം അതിലെന്തോ പറയുന്നത്? സിമ്പിൾ വേ ഈസ് ദ ബെസ്റ്റ് വേ. അതാ ഈസി ഡസ് ഇറ്റ്. ആ ഈസി ഡസ് ഇറ്റ് എന്ന് ബുക്ക് വായിക്കുമ്പോഴാണ് എനിക്കത് ഇഷ്ടപ്പെട്ടത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. അതുമാത്രമല്ല, എനിക്കത് വളരെ എന്നെ അട്രാക്റ്റ് ചെയ്തു, എന്നെ ആകർഷിച്ചു. അതുകൊണ്ടാണ് അതിനെ ടൈറ്റിലായിട്ട് ഇടാമെന്ന് വിചാരിച്ചത്. വാട്ട് ഈസ് ദ ടൈറ്റിൽ? ഈസി ഡസ് ഇറ്റ്. സിമ്പിളായിട്ട് അങ്ങ് ചെയ്തിട്ട് ലൈറ്റായിട്ട് ഇരിക്കൂ. കിട്ടുമ്പം കിട്ടും, എന്തായിരുന്നാലും ഒരു ദിവസം കിട്ടും. ആഗ്രഹിച്ചു പോയല്ലോ, നമുക്ക് കിട്ടുമ്പോൾ അടിച്ചു പൊളിക്കാം. അതുവരെ നമ്മൾ കാത്തിരിക്കുക. ഓക്കെ, ഇതാണ് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. അപ്പം നല്ല രീതിയിൽ മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിനെ ഉടൻ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, എല്ലാം നടക്കട്ടെ, നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ തീരട്ടെ, എല്ലാവരുടെയും ആഗ്രഹങ്ങൾ പൂർത്തിയായിട്ട് വേണം നമുക്ക് കൈലാസം പോകാൻ, ഇല്ലേ? അത് നടക്കട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നന്ദി, നമസ്കാരം.